ചോദിച്ചത് എൻ്റെ കൂടെയുള്ള എൻ്റെ സഹപ്രവർത്തകരെ പറ്റിയാണ്. ഈ സാധനങ്ങൾ കൊണ്ടുവന്ന എൻ്റെ കസ്റ്റമേഴ്സിന് ടൈമിന് കൊടുക്കുക എന്ന ഉത്തരവാദിത്തം തന്നെ അതുപോലെ തന്നെയാണ് എൻ്റെ സഹപ്രവർത്തകർക്ക് ശമ്പളം കറക്റ്റ് കൊടുക്കുക. ഈ കൊറോണ ഉണ്ടായപ്പോൾ പല കമ്പനികളും ശമ്പളം കുറച്ചു. പക്ഷേ എൻ്റെ കൂടെയുള്ള എൻ്റെ സഹപ്രവർത്തകർക്ക് ഒരു പൈസ പോലും ഞാൻ കുറച്ചിട്ടില്ല, കുറയ്ക്കുകയില്ല. ഈ ക്രൈസിസിലും സമയത്തിന് എൻ്റെ സഹപ്രവർത്തകർക്ക് ശമ്പളം കിട്ടും എന്നൊരു വലിയ വ്യത്യാസം ഉണ്ടാവും. തൻ്റെ തൊഴിലാളികളെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ചേർത്ത് നിർത്തിയ മഹാമനീഷിയാണ് യൂസഫ് അലി സാർ. ഇന്ന് അറബ് രാജ്യങ്ങളടക്കം വലിയ പ്രതിസന്ധിയിലാണ്. പല കമ്പനികളും തൊഴിലാളികളെ പിരിച്ചുവിടുന്നു, അല്ലെങ്കിൽ നിർബന്ധിത ലീവ് നൽകുന്നു. ഈ രൂപത്തിൽ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ കൺസ്ട്രക്ഷൻ മേഖലകളും, ബിസിനസ് മേഖലകളിലും മറ്റും. പാവപ്പെട്ട പ്രവാസികളായ തൊഴിലാളികൾ അവരുടെ അടുപ്പ് പുകയുന്നത് പോലും പ്രവാസികളുടെ വിയർപ്പ് കൊണ്ടാണ്. നാട്ടിൽ നടക്കുന്ന സർവ്വ പരിപാടികളും അതെന്തുമാവട്ടെ, പള്ളിയുടേതാവട്ടെ, നാട്ടിലത്തെ ആവട്ടെ, രാഷ്ട്രീയത്തിൻ്റെ ആവട്ടെ, മറ്റു സംഘടനകളാവട്ടെ, പ്രസ്ഥാനങ്ങളാവട്ടെ, സ്ഥാപനങ്ങളാവട്ടെ, എന്തുമാവട്ടെ, എല്ലാത്തിൻ്റെയും വിജയത്തിൻ്റെ പിന്നിൽ പ്രവാസികളുടെ വിയർപ്പിൻ്റെ കണങ്ങളുണ്ടാകും. അത് യാതൊരു സംശയവുമില്ല. പക്ഷേ ഇവിടെ ബഹുമാന്യനായ യൂസഫ് അലി സാർ, അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ എത്രമാത്രം എനർജിക് ഫുള്ളാണ്. തൻ്റെ തൊഴിലാളികളെ അവരെ കൂടെ നിർത്തുന്ന, ചേർത്ത് നിർത്തുന്ന ആശ്വാസവാക്കുകൾ നൽകി, അതോടൊപ്പം സാലറിയിൽ നിന്ന് ഒരു രൂപ പോലും കട്ട് ചെയ്യാതെ അവരെ സന്തോഷിപ്പിക്കുന്ന മുതലാളിയാണ് റിയൽ ബിസിനസ്മാൻ. അങ്ങനെ ആയിരിക്കണം, അതായിരിക്കണം ബിസിനസ്മാൻ. മിസ്റ്റർ യൂസഫ് അലി സാറിന് എൻ്റെ ഒരു സല്യൂട്ട്.